ഹായ് ഓൾ, വെൽക്കം ടു എഡ്യൂവാലി. ഇന്ന് നമ്മളുടെ ക്ലാസ്സിൽ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു വെച്ചതുപോലെ ടേക്കിംഗ് കെയർ ഓഫ് ടൈപ്പ് റൈറ്റർ, ഒരു ടൈപ്പ് റൈറ്ററിനെ നമ്മൾ എങ്ങനെ കെയർ ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് നോക്കണേ. വളരെ ചെറിയ ക്ലാസ് ആണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം നമ്മൾ നോക്കുന്നത് ടൈപ്പ് റൈറ്ററിനെ എങ്ങനെ കെയർ ചെയ്യണം എന്നുള്ളതാണ്. അപ്പം നോക്കിയേ, ഒരു ടൈപ്പ് റൈറ്ററിനെ മൊത്തത്തിൽ നമ്മൾ എങ്ങനെ കെയർ ചെയ്യണം എന്നുള്ളതാണ് ആദ്യം നമ്മൾ നോക്കുന്നത്. കെയർ ടേക്കിംഗ് ഓഫ് ടൈപ്പ് റൈറ്റർ. ഒരു ടൈപ്പ് റൈറ്റർ മെഷീൻ എന്നും നമ്മൾ ക്ലീൻ ചെയ്യണം. ഡെയിലി അതിനകത്ത് പൊടിയും കാര്യങ്ങളൊക്കെ തട്ടിയൊക്കെ എടുത്ത് സുഖമായിട്ട് വെക്കണം. അപ്പോൾ ടൈപ്പ് റൈറ്റർ ഡെയിലി ക്ലീൻ ചെയ്യണം. അതാണ് ഒന്നാമത്തെ പോയിന്റ്. വെറുതെ പറയുന്നതല്ല, എക്സാമിൽ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസിനെ കണക്കിലെടുത്തുകൊണ്ടുള്ള ക്ലാസ് ആണ്. സോ ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. അപ്പോൾ ടൈപ്പ് റൈറ്റർ ഡെയിലി ക്ലീൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. ടൈപ്പ് ഫേസസ് അല്ലെങ്കിൽ ടൈപ്പ് ഹെഡുകൾ 2 ആഴ്ചയിൽ ഒരിക്കൽ ക്ലീൻ ചെയ്യണം. അപ്പൊ ടൈപ്പ് ഫേസസ് എപ്പോഴാ ക്ലീൻ ചെയ്യണേ? 2 ആഴ്ച കൂടുമ്പോൾ നമ്മൾ ക്ലീൻ ചെയ്യണം. ടൈപ്പ് റൈറ്റർ മെഷീൻ എന്നും നമ്മൾ വൃത്തിയായിട്ട് നോക്കേണ്ടതുണ്ട്. ഇനി ടൈപ്പ് റൈറ്ററിന് നമ്മൾ ലൂബ്രിക്കന്റുകൾ മന്ത്ലി ആണ്, മാസത്തിൽ ഒരിക്കൽ എന്ത് ചെയ്യണം? ലൂബ്രിക്കന്റ്, ദാറ്റ് മീൻസ് ഓയിൽ ചെയ്യണം. ഓക്കെ, ടൈപ്പ് റൈറ്ററിന് നമ്മൾ ഓയിൽ എപ്പോഴാണ് കൊടുക്കുന്നത്? മാസത്തിൽ ഒരിക്കണം. എല്ലാ മാസത്തിലും നമ്മൾ എന്ത് ചെയ്യണം? പ്രോപ്പർ ആയിട്ട് ലൂബ്രിക്കൻസ്, ദാറ്റ് ഈസ് ഓയിൽ നമ്മൾ അപ്ലൈ ചെയ്യണം. ഇനി എന്താണ്? ഓവർഹോളിംഗ് ഷുഡ് ബി ഡൺ വൺസ് ഇൻ എ ഇയർ. എന്താണ് ഓവർഹോളിംഗ് എന്ന് പറയുന്നത്? സോ ഒരു ടൈപ്പ് റൈറ്ററിന് വർഷത്തിലൊരിക്കൽ നമ്മൾ എന്ത് ചെയ്യണം? അതിന് എന്തെങ്കിലും മറ്റ് കുറ്റപ്പണികൾ ഉണ്ടെങ്കിൽ അതൊക്കെ നടത്തി എല്ലാം അരിച്ചു പെറുക്കി പരിശോധിച്ച് അപ് ടു കറക്റ്റ് ആണ്, എല്ലാ കാര്യങ്ങളും പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ വൺസ് ഇൻ എ ഇയർ, വർഷത്തിലൊരിക്കൽ നമ്മൾ ചെക്ക് ചെയ്യണം. അങ്ങനെ അറ്റകുറ്റപ്പണികൾ നടത്തി പരിശോധിച്ച് എല്ലാം ശ്രദ്ധിച്ച് കറക്റ്റ് ആക്കി വെക്കുന്നതിനെയാണ് ഓവർഹോളിംഗ് എന്ന് പറയുക കേട്ടോ. അപ്പോൾ ഓവർഹോളിംഗ് ഷുഡ് ബി ഡൺ ഇൻ വൺസ് ഇൻ എ ഇയർ. അപ്പോൾ വർഷത്തിലൊരിക്കലും നമ്മൾ ഈ അറ്റകുറ്റപ്പണികളെല്ലാം നടത്തി പെർഫെക്റ്റ് ആയിട്ട് വെച്ചിട്ടുണ്ടായിരിക്കണം. ഇനി എന്താണ്? റബ്ബർ പാർട്ട് അതുപോലെ ടൈപ്പ് ഫേസസ് ഷുഡ് ബി ക്ലീൻഡ് വിത്ത് പെട്രോൾ. റബ്ബർ പാർട്ടുകളും ടൈപ്പ് ഫേസസും എന്തുപയോഗിച്ചിട്ടാണ് വൃത്തിയാക്കാനായിട്ട് പാടുള്ളൂ? പെട്രോൾ ഉപയോഗിച്ചിട്ട് വൃത്തിയാക്കാനായിട്ടാണ് പാടുള്ളൂ. അപ്പൊ ഈ പോയിന്റുകൾ ഓർത്തിരിക്കുക. ടൈപ്പ് റൈറ്റർ ഡെയിലി നമ്മൾ വൃത്തിയാക്കി വെക്കണം. ടൈപ്പ് ഫേസസ് നമ്മൾ 2 ആഴ്ചയിൽ ഒരിക്കൽ ക്ലീൻ ചെയ്യണം. പിന്നെ ടൈപ്പ് റൈറ്ററിന് നമ്മൾ ഓയിൽ കൊടുക്കുന്നത് മാസത്തിൽ ഒരിക്കലായിരിക്കണം. എന്തെങ്കിലും അറ്റകുറ്റപ്പണികളോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രവർത്തനരഹിതമായിട്ടുള്ള കാര്യങ്ങളോ, ഇപ്പോൾ ടീത്തൊക്കെ ചിലപ്പോൾ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ വൃത്തിയാക്കി വെച്ച് പുതിയതൊക്കെ മേടിച്ചു വെക്കുന്നത് വൺസ് ഇൻ ഇയർ നമ്മളത് കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ടാവണം. പിന്നെ അതുപോലെ തന്നെ ടൈപ്പ് റൈറ്ററിന്റെ റബ്ബർ പാർട്ടുകളും ടൈപ്പ് ഫേസസും എന്തുപയോഗിച്ച് മാത്രമാണ് ക്ലീൻ ചെയ്യാനായിട്ട് പാടുള്ളൂ? എന്തുപയോഗിച്ചിട്ടാണ് പാടുള്ളൂ? പെട്രോൾ ഉപയോഗിച്ച് മാത്രമേ ചെയ്യാവൂ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ എന്തിൽ സൂക്ഷിച്ചിട്ടുണ്ടാവണം? ഒരു ടൈപ്പ് റൈറ്ററിനെ നല്ല രീതിയിൽ സൂക്ഷിച്ചു കൊണ്ടുപോകുന്നതിൽ ശ്രദ്ധിക്കേണ്ട പോയിന്റ് ആണ് പറഞ്ഞത്. എക്സാം പോയിന്റ് ഓഫ് വ്യൂലാണ്. ഓക്കെ, അപ്പൊ ആ വർഷം, മാസം, 2 ആഴ്ച എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഓർത്തിരിക്കുക. ഇനി അടുത്തത് അപ്കീപ്പ് ആൻഡ് മെയിൻ്റനൻസ്. ഇതേ കാര്യം തന്നെയാണ്. ടൈപ്പ് റൈറ്ററിന്റെ മെയിൻ്റനൻസ് എങ്ങനെയൊക്കെയാണ് എന്നൊക്കെയാണ് പറയണേ. നല്ല രീതിയിൽ സൂക്ഷിച്ചു കൊണ്ടുപോവുക എന്നുള്ളതാണ് അപ്കീപ്പിംഗ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ അപ്കീപ്പിംഗ് ആൻഡ് മെയിൻ്റനൻസ് ഓഫ് എ ടൈപ്പ് റൈറ്റർ എന്ന് പറയുന്നത്, ടൈപ്പ് റൈറ്റർ മസ്റ്റ് ബി ക്ലോസ്ഡ് ഓർ കവേർഡ് വെൻ ഇറ്റ് ഈസ് നോട്ട് യൂസ്. നമ്മൾ ഉപയോഗിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഇത് കവേർഡ് ആയിരിക്കണം, അത് കവർ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, നമ്മളിത് യൂസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഇറ്റ് ഷുഡ് ബി കവേർഡ്. അതാണ് ഒന്നാമതായിട്ട് നല്ല രീതിയിൽ ടൈപ്പ് റൈറ്റർ സൂക്ഷിക്കുന്നതിന് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഇതൊക്കെ നമ്മൾ ഡെയിലി ചെയ്തതാണ്, പക്ഷെ എക്സാം പോയിന്റ് ഓഫ് വ്യൂ വരുമ്പോൾ പതറിപ്പോവരുത്. അതിനാണ് സ്പെഷ്യൽ ആയിട്ട് ഇങ്ങനെ ഒരു ക്ലാസ് എടുക്കണേ. ഇനി എന്താണ് രണ്ടാമത്തെ കാര്യം? ശ്രദ്ധയോടെ ഉപയോഗിക്കണം. ഷുഡ് ബി ഹാൻഡിൽഡ് വിത്ത് കെയർ. ദെൻ നെക്സ്റ്റ് എന്താണ്? നമ്മൾ ഈ കീ ഒക്കെ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് ചവിട്ടി പറിച്ചൊന്നും ടൈപ്പ് ചെയ്യരുത്. സോഫ്റ്റ് ആൻഡ് ലൈറ്റ് ടച്ച് ആണ്. ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യാൻ മാത്രമേ പാടുള്ളൂ. ഓക്കെ, അപ്പൊ അങ്ങനെ ഹാർഡ് ടച്ച് ഒന്നും കൊടുക്കരുത്. ലൈറ്റ് ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ടച്ചുകൾ മാത്രമാണ് കീ ഡിപ്രഷൻസിൽ നമ്മൾ കൊടുക്കാനായിട്ട് പാടുള്ളൂ. അപ്പൊ 3 പോയിന്റ് ആണ് നല്ല രീതിയിൽ ടൈപ്പ് റൈറ്റർ. ഞാനിത് സെക്ഷൻ തിരിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓരോ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. ആദ്യം നമ്മൾ എങ്ങനെയെന്നുള്ളത് പഠിച്ചു. ഇനി എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് നമ്മൾ നോക്കണേ. അപ്പൊ നമ്മൾ ടൈപ്പ് റൈറ്റർ ഉപയോഗിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇറ്റ് ഷുഡ് ബി കവേർഡ്. എന്താണ്? നമ്മൾ ശ്രദ്ധയോടെ ഉപയോഗിക്കണം എന്നുള്ളതാണ് അടുത്ത കാര്യം. പിന്നെ എന്താണ്? സോഫ്റ്റ് ടച്ച് മാത്രമാണ് കൊടുക്കാനായിട്ട് പാടുള്ളൂ. ഓക്കെ, ദെൻ അടുത്തത്, ഇനി ഈ ടൈപ്പ് റൈറ്റർ നമ്മൾ പാക്ക് ചെയ്യുവാണ്. അങ്ങനെ പാക്ക് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ ശ്രദ്ധിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്.
എക്സാമിൽ ഏറ്റവും കൂടുതൽ ഭാഗങ്ങൾ വന്നിട്ടുള്ളത് ഈ ഒരു പോർഷൻസ് ആണ്. അപ്പോൾ ഇത് ശ്രദ്ധിക്കുക. മറ്റു രണ്ടൊക്കെ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നതായിരിക്കും. ഇത് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. ടൈപ്പ് റൈറ്റർ പഠിച്ചിട്ട് കുറെ നാളൊക്കെ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എഴുതി വെക്കാനോ ഒക്കെ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോ എന്താണ് പാക്ക് ചെയ്യുന്ന സമയത്ത്, ടൈപ്പ് റൈറ്ററിന്റെ പാക്കിംഗ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ഷുഡ് ബി കീപ് ഇൻ മൈൻഡ് എന്നുള്ളതാണ് ഇന്ന് നമ്മൾ നോക്കണേ. അപ്പൊ അതിനകത്ത് ആദ്യം പറഞ്ഞേക്കുന്നത് എന്താണ്, ക്യാരേജ് സെന്ററിലേക്ക് കൊണ്ടുവരണം. ബ്രിങ് ദ ക്യാരേജ് ടു ദി സെന്റർ. ക്യാരേജ് സെന്ററിലായിരിക്കണം. രണ്ടാമത്തേത് 2 മാർജിനൽ സ്റ്റോപ്പ് ഷുഡ് ബി ബ്രോട്ട് ഇൻ ടു സെന്റർ. അതായത് രണ്ടും ഒരുമിച്ച് വെച്ചിട്ടുണ്ടാവണം. അതെപ്പോഴാണ് 2 മാർജിനൽ സ്റ്റോപ്പും സെന്ററിൽ എത്തിയിട്ടുണ്ടാവണം. ഓക്കെ, അപ്പൊ ക്യാരേജ് സെന്ററിലായിരിക്കണം, മാർജിനൽ സ്റ്റോപ്സും സെന്ററിലായിരിക്കണം. ഷുഡ് ബി ക്ലോസ് ടുഗെദർ എന്നാണ് പറഞ്ഞേക്കുന്നത്. പിന്നെന്താണ്, സ്പേസ് ബാർ മസ്റ്റ് ബി ടൈഡ് വിത്ത് ഫ്രെയിം. സ്പേസ് ബാർ എന്ത് ചെയ്തിട്ടുണ്ടാവണം, ഫ്രെയിം ഉപയോഗിച്ച് കെട്ടി വെച്ചിട്ടുണ്ടായിരിക്കണം. പിന്നെ എന്താണ്, ഷിഫ്റ്റ് ലോക്ക് പ്രസ് ചെയ്യപ്പെട്ട രീതിയിലായിരിക്കണം. ഓക്കെ, ഷുഡ് ബി പ്രസ്ഡ്. ഷിഫ്റ്റ് ലോക്ക് ഷുഡ് ബി പ്രസ്ഡ് രീതിയിലായിരിക്കണം. പിന്നെ എന്താണ്, കവർ ദ മെഷീൻ വിത്ത് മെറ്റൽ കവർ ഓർ ഗുഡ് ക്ലോത്ത്. ഒന്നുകിൽ മെറ്റൽ കവറോ അല്ലെങ്കിൽ തുണിയോ ഉപയോഗിച്ച് പൊതിഞ്ഞിട്ടുണ്ടാവണം. അപ്പോ ഇത് ടൈപ്പ് റൈറ്ററിന്റെ പാക്കിംഗ് സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ക്യാരേജ് സെന്ററിലായിരിക്കണം. ക്യാരേജിനെ നമ്മൾ സെന്ററിലേക്ക് കൊണ്ടുവരണം. 2 മാർജിനൽ സ്റ്റോപ്സ്, 2 മാർജിനൽ സ്റ്റോപ്സും സെന്ററിലേക്ക്. ഷുഡ് ബി ക്ലോസ് ടുഗെദർ എന്നുള്ള പോയിന്റ് ഓർത്തിരിക്കുക. അത് സെന്ററിൽ വെക്കുമ്പോഴായിരിക്കും പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ എന്താണ്, സ്പേസ് ബാർ ഷുഡ് ബി ടൈഡ് വിത്ത് ഫ്രെയിം. സ്പേസ് ബാർ ഫ്രെയിം ഉപയോഗിച്ച് ടൈ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഷിഫ്റ്റ് ലോക്ക് എന്താണ്, പ്രസ് ചെയ്യപ്പെട്ട രീതിയിലായിരിക്കണം. പിന്നെ എന്താണ്, മെറ്റൽ കവർ അല്ലെങ്കിൽ ക്ലോത്ത് ഉപയോഗിച്ച് പൊതിഞ്ഞിട്ടുണ്ടാവണം. അപ്പോൾ ഈ 3 രീതിയും നിങ്ങൾ ഓർത്തെടുക്കുക. സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്ന സമയത്ത് നിങ്ങൾ പഠിച്ച് ഒരുപാട് നാളായിട്ടുണ്ടെങ്കിൽ അതൊന്ന് റിഫ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ക്ലാസ് നോക്കണയാണ്. അപ്പോൾ അടുത്ത ടൈപ്പ് റൈറ്ററിന്റെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് ടൈപ്പ് റൈറ്ററിന് ഉണ്ടാവുന്ന ചില പ്രശ്നങ്ങളും അതിന്റെ റെക്ടിഫിക്കേഷൻസും, പ്രോബ്ലംസ് ആൻഡ് റെക്ടിഫിക്കേഷൻസ്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, ഫൈൻ, താങ്ക് യു.